PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസ് ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നു. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഉള്ളവരൊക്കെ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ട് റിവിഷനൊക്കെ കഴിയാറായി കാണും അല്ലേ. അപ്പോൾ ലാസ്റ്റ് സമയങ്ങളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ എന്നെ ലിസ്റ്റിലെത്തിക്കാനായിട്ട് മെയിൻ ലിസ്റ്റുകളിൽ എത്തിക്കാൻ സഹായിച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ലാസ്റ്റ് സമയത്ത് എങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യണം, ലാസ്റ്റ് സമയത്ത് നമ്മൾ എങ്ങനെ പഠിക്കണം, പുതിയതായിട്ടല്ല, ലാസ്റ്റ് പഠിച്ച ഭാഗങ്ങൾ പിന്നെ ഒന്നുകൂടെ എങ്ങനെ നോക്കണം, അതിനെയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു റിവിഷൻ സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ബോധിപ്പിക്കുക, മനസ്സിലാക്കുക, നമ്മളെല്ലാം ഏകദേശം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ബോധിപ്പിച്ചിട്ട് നമ്മൾ തന്നെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുക. അതിൽ ആദ്യം തന്നെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒരു കീവേഡ്സ് ആയിട്ട് തയ്യാറാക്കുക. ഫസ്റ്റ് തന്നെ നമ്മളൊരു കീവേഡ്സ് ആയിട്ട്, ലാസ്റ്റ് സമയമാണ്, ഇനി പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട, പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് ടഫായിട്ട് തോന്നാറുള്ളല്ലോ. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫിസിക്സിനാണെങ്കിലും ചിലപ്പോൾ കെമിസ്ട്രിക്ക് ആണെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് എത്ര പഠിച്ചാലും നമ്മുടെ തലയിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഒരു 10 ദിവസം കൂടെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതൊരു എത്ര പഠിച്ചിട്ടും മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മളൊരു ചെറിയ കീവേഡ്സ് ആയിട്ട് തയ്യാറാക്കുക. മനസ്സിലായല്ലോ? കീവേഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 1857 കലാപം എടുത്ത് ഓർത്തോ. അപ്പോൾ അതിൽ തന്നെ ഓരോ സംഭവങ്ങളുണ്ടാവുമല്ലോ, ഓരോരോ സംഭവങ്ങൾ, ഓരോരോ കാര്യങ്ങൾ, അങ്ങനെ. അപ്പോൾ ആ സംഭവങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മൾ ഒന്ന് എഴുതി വെക്കുക. മനസ്സിലായില്ലേ? നമുക്ക് എഴുതി വെച്ചിട്ട് നമുക്ക് പറ്റുന്ന നമുക്ക് തന്നെ തോന്നുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് അത് തയ്യാറാക്കി വെക്കുക. അതായത് ഇപ്പൊ നമുക്ക് ദത്തവകാശ നിരോധന നിയമം ഫസ്റ്റ് എവിടെയായിരുന്നു വന്നത്? സത്താറ. ലാസ്റ്റ് ദത്തവകാശ നിരോധന നയപ്രകാരം പിടിച്ചെടുത്ത ആദ്യ രാജ്യം സത്താറയായിരുന്നു, ലാസ്റ്റ് രാജ്യം ഔദായിരുന്നു. അപ്പൊ നമുക്ക് ചിലപ്പോൾ ആദ്യ രാജ്യം നമുക്ക് സത്താറ ഓർമ്മയുണ്ട്, പക്ഷെ ലാസ്റ്റ് ഔദ്. അത് നമുക്ക് തെറ്റിപ്പോവും. അപ്പൊ തെറ്റിപ്പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഔദിനെ നമുക്ക് അതിലൊരു കീവേഡ്സ് ആയിട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പൊ 1857 കലാപത്തിന്റെ കീവേഡ്സ് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഔദിനെ ഫസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളുണ്ടല്ലോ, അല്ലാതെ ഓരോ സ്ഥലത്തും 1857 വിപ്ലവങ്ങളും കലാപകാരികളും ആരൊക്കെയാണ്, അവർ നടത്തിയ സ്ഥലങ്ങൾ ഏതെല്ലാമാണ്. ഇപ്പൊ ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ കീവേഡ്സ് ആയിട്ട് താഴത്തെ ഇപ്പൊ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ദത്തവകാശം ഔദ്, അപ്പൊ നമുക്കറിയാം ഇതുണ്ട്, എന്നിട്ട് നമ്മൾ അതിനൊരു ചെറിയ കളറിങ്ങിൽ കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഝാൻസി, റാണി ലക്ഷ്മിബായി, ഇപ്പൊ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ താഴത്തോട്ട് കീവേഡ്സ് പോലെ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതായത് കണക്ട് ചെയ്തിട്ട്, മനസ്സിലായല്ലോ? ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് 1857 ലാസ്റ്റ് സമയം എല്ലാം കൂടെ എല്ലാം നമുക്ക് അറിയാൻ വയ്യാത്ത മാത്രം ഇങ്ങനെ ഒരു കീവേഡ്സ് പോലെ നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി തയ്യാറാക്കി കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വർഷങ്ങളുടെ ഫ്ലോ ചാർട്ട് നമുക്ക് തയ്യാറാക്കാം. വർഷങ്ങളുടെ ഫ്ലോ ചാർട്ടുകൾ, അതായത് വർഷങ്ങൾ നമ്മൾ കുറെ പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാവാത്ത വർഷങ്ങളുണ്ടല്ലോ, അത് നമുക്ക് കണക്ട് ചെയ്താണ് തയ്യാറാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സമയമാണ്, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് അറിയാൻ വയ്യാത്തതിന്റെ ഒരു ഫ്ലോ ചാർട്ട് മാത്രം അതിങ്ങനെ തയ്യാറാക്കി വെക്കുക. ഒരു കുറെ വർഷങ്ങളല്ല, നമുക്ക് ഒട്ടും കുറെ പഠിച്ചിട്ടും നമുക്ക് മനസ്സിലാവാത്ത കുറച്ച് വർഷങ്ങൾ. അതായത് ഇതിപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. 1599 നടന്ന ഉദയംപേരൂർ സുന്നഹദോസ്, 1658 കൂനൻ കുരിശ് പ്രതിജ്ഞ, പിന്നെ 1859 ചാന്നാർ ലഹള, 1891 മലയാളി മെമ്മോറിയൽ. ഇതിങ്ങനെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് നമ്മൾ ഇയർ മാത്രം ഒന്ന് ഫ്ലോ ചാർട്ടായിട്ട് നമ്മൾ തയ്യാറാക്കുക. ലാസ്റ്റ് സമയങ്ങളിൽ നമുക്ക് അറിയാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതരുത്. അപ്പം മനസ്സിലായല്ലോ? പിന്നെ മൂന്നാമതെന്ന് വെച്ചാൽ കളർ കോഡിങ് നമുക്ക് കൊടുക്കാം. കളർ കോഡിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ കുറേ അത് നമുക്ക് നമ്മൾ എഴുതിയ ബുക്കിൽ തന്നെ കൊടുക്കാം. നമുക്ക് അറിയാൻ വയ്യാത്ത, നമ്മളിപ്പോൾ ഇത് അറിയാവുന്ന രീതിയിൽ തന്നെയാണ്, പക്ഷെ എന്നാൽ പോലും നമ്മളിത് വേറൊരു ബുക്കിൽ ലാസ്റ്റ് സമയത്ത് നമുക്ക് അറിയാൻ വയ്യാത്ത, എത്രയും പഠിച്ചിട്ടും മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് കളർ കോഡിങ്. അതായത് ഇപ്പൊ മലയാളി മെമ്മോറിയൽ ആദ്യം ആരാണ്? ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ, രണ്ടാമത് GP പിള്ള ഒപ്പുവെച്ചത്, മൂന്നാമത് ഡോക്ടർ പൽപ്പു. ഇതിൽ നമുക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ നമുക്കറിയാം, ഇത് നമ്മൾ ഇതേപോലെ ബുക്കിൽ കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് സമയത്ത് നമുക്ക് തീരെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ മാത്രം ഒരു നോട്ട് ബുക്കിൽ എഴുതിയിട്ട്
മനസ്സിലായല്ലോ? ഒരു നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതിന് മാത്രം ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എനിക്ക് മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണെന്ന് അറിയാം. പക്ഷെ രണ്ടാമത് എന്താണ് GP പിള്ള, അത് എന്റെ മനസ്സിൽ നിന്ന് പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു GP പിള്ളയ്ക്ക് മാത്രം ഒരു കളർ കോഡിങ് കൊടുക്കുക. മനസ്സിലായി? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കളർ കോഡിങ് എന്ന് എഴുതിയിട്ട് വേണം നമ്മളിത് കൊടുക്കാനായിട്ട്. കളർ കോഡിങ് എന്ന് എഴുതിയിട്ട് ഇവിടെ കീവേഡ്സ് എന്ന് എഴുതണം, ഇവിടെ ഫ്ലോ ചാർട്ട് എന്ന് എഴുതണം, ഇവിടെ കളർ കോഡിങ് എന്ന് എഴുതിയിട്ട് വേണം നമ്മളത് കൊടുക്കാനായിട്ട്. മനസ്സിലായല്ലോ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ PYQ ലാസ്റ്റ് സമയം നമ്മളിപ്പോൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ PYQ വെറുതെ ഒന്ന് നോക്കുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ലാസ്റ്റ് 4 ദിവസം 5 ദിവസമൊക്കെ നമ്മൾ നോക്കുമ്പോൾ PYQ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ? PYQവിന്റെ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ അങ്ങനെ ചെയ്താൽ അത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എന്താണ്, കുറച്ച് നല്ല റിവിഷൻ മെത്തേഡുകളാണ് നമുക്ക്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മേലിൽ എഴുതി വെക്കണം. ഇപ്പൊ കീവേഡ്സ് ഏതൊക്കെയാണ്, കളറിങ് കൊടുക്കുന്നത് ഏതൊക്കെയാണ്, ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അങ്ങനെ നമുക്ക് എഴുതി ഒരു ബുക്കിൽ, അല്ലെങ്കിൽ വേണ്ടത് ഈ ഒരു ചെറിയ ഇതേപോലുള്ള നോട്ട്ബുക്കുകൾ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇതേപോലുള്ള ബുക്കുകൾ ഉണ്ടാവുമല്ലോ, ഇതേപോലുള്ള ബുക്കുകളിൽ നമുക്ക് ലാസ്റ്റ് സമയത്ത് നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പൊ നമ്മൾ എന്താണ്, ഫസ്റ്റ് കീവേഡ്സ് എന്ന് എഴുതിയിട്ട് എന്താണ് ഫസ്റ്റ് പിടിച്ചെടുത്ത സ്ഥലം സത്താറ, ലാസ്റ്റ് എന്താണ് ഔദ്, പിന്നെ അത് 1857 കലാപം എന്ന് വെച്ചിട്ട് കീവേഡ്സുകൾ മാത്രം. മനസ്സിലായല്ലോ? പിന്നെ ഝാൻസിയിൽ വിപ്ലവം നയിച്ച റാണി ലക്ഷ്മിബായി, അങ്ങനെ കീവേഡ്സുകൾ മാത്രം ഒന്ന് എഴുതി വെക്കുക. ലാസ്റ്റ് സമയത്ത് നമുക്ക് അറിയാൻ വയ്യാത്ത മാത്രം ഒന്ന്. മനസ്സിലായല്ലോ? ഫ്ലോ ചാർട്ട് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം. ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് ഇയർ ആയിട്ട് തയ്യാറാക്കിയെന്ന് വെച്ചു. ഫ്ലോ ചാർട്ട് എന്ന് വെച്ചാൽ കാലഗണനാക്രമത്തിൽ നമുക്ക് വരണം. പക്ഷെ ഇനി നമുക്ക് ലാസ്റ്റ് സമയമാണ്, നമുക്ക് അറിയാൻ വയ്യാത്തത് മാത്രം. അതായത് പിന്നെ ഒരേ ഇതിൽ വരുന്ന വർഷങ്ങൾ, ഇപ്പൊ 1599, 1698, അത് 1658, ഇത് ഏകദേശം അടുത്ത് വരുന്ന വർഷങ്ങളാണ്. നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ഇനി നമുക്ക് അറിയാൻ വയ്യെങ്കിൽ അല്ലാതെയും ഫ്ലോ ചാർട്ട് പോലെ തയ്യാറാക്കിയിട്ട് നമുക്ക് കൊടുക്കുക. ഇത് ലാസ്റ്റ് സമയത്ത് നമ്മൾ ഏറെ പ്രയോജനപ്പെടും. പിന്നെ കളർ കോഡിങ്, നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് എഴുതി വെക്കുക. മനസ്സിലായല്ലോ? എഴുതി വെച്ചിട്ട് ഇപ്പോൾ മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ, രണ്ടാമത് ഒപ്പുവെച്ചത് GP പിള്ള, മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. ഇതിൽ നമുക്ക് GP പിള്ള അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ടൊന്ന് ഒത്തിരി കറുപ്പിച്ച് വെക്കാനല്ല, നമ്മളൊന്ന് കളർ ചെയ്ത് വെക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എന്താണ്, PYQ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ PYQന്റെ കാണിച്ചു തരാം. PYQ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ കുറച്ച് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലിതാ PYQ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്താണ്, ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആഗസ്റ്റ് 23 രാജദ്രാവകം, അക്വാറേജിയം, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് ഏത് ഇതാണ് 1:3, ഇന്ത്യയിൽ 0 കാർബണായ നഗരം സാഞ്ചി. അപ്പൊ ഇത് നമുക്ക് എന്താണ്, ഇതിൽ നമ്മളിപ്പോ 2-3 PYQs നമ്മൾ നോക്കി വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് അത് മാത്രം നമ്മൾ എന്താണ്, ഇത് കണ്ടോ, ഞാൻ കൊടുത്തിരിക്കുന്നതൊക്കെ ഇത് ആവർത്തിച്ച് വന്നിരിക്കുന്നതാണ്. അപ്പൊ അത് മാത്രം നമ്മൾ എന്താണ്, നമുക്ക് തീരെ അറിയാൻ വയ്യാത്തത് മാത്രം നമ്മളൊരു നോട്ട്ബുക്കിലോട്ട് എടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇത് കണ്ടോ, ഇത് കമ്പ്യൂട്ടറാണ്, നമുക്ക് ഇല്ലാത്ത സബ്ജക്റ്റ് ആണ്. ഐക്യ കേരള തമ്പുരാൻ എന്ന് അറിയപ്പെടുന്ന മഹാരാജ കേരളവർമ്മ. ഇതിൽ നമുക്ക് അറിയാൻ വയ്യാത്തത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, തീരെ അറിയാൻ വയ്യാത്തത് മാത്രം നമ്മൾ ഇതേപോലെ ഒരു ബുക്കിൽ എടുത്തിട്ട് എഴുതുക. തീരെ അറിയാൻ വയ്യാത്തതും 2-3 പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഒരു 3-4 പ്രാവശ്യമായിട്ട് ആവർത്തിക്കുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് നോക്കുക. പിന്നെ എന്താണ്, ലാസ്റ്റ് സമയത്ത് ഇതേപോലുള്ള നമ്മൾ ഫയലുകളിലാക്കി വെച്ചാൽ, ഇത് കണ്ട, ഇത് മാത്സിന്റെ ഫയലാണ്, ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് ഞാൻ ഇതേപോലെ കുറച്ച് എന്താണ്, ഇപ്പൊ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് കുറെ നമ്മളിങ്ങനെ ചാനലുകളൊക്കെ കാണുമല്ലോ, അങ്ങനെ എഴുതി വെച്ചതാണ്. പിന്നെ ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഇങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പിന്നെ നമുക്ക് എന്താണ്, ഇത് അറിയാൻ വയ്യാത്തത് ഇതുണ്ടോ, അറിയാൻ വയ്യാത്തത് മാത്രം ഇങ്ങനെ 1-ാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി, നാങ്കിങ് ഉടമ്പടി. അതേപോലെ നമുക്കിതിപ്പോൾ നോക്കുമ്പോൾ അറിയാം, പെട്ടെന്ന് കാണാൻ പറ്റുന്ന മൗലികാവകാശങ്ങൾ 6 1978, 44 ഭേദഗതി, മൗലിക കടമകൾ 11. ഭാഗം 4 ആരാണ്, ഇന്ദിരാഗാന്ധി. അപ്പൊ നമ്മൾ 11+6 17. ഇതേപോലുള്ള കീവേഡ്സുകൾ ചെറുതായിട്ട് നമുക്ക് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ മനസ്സിലായല്ലോ, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ലാസ്റ്റ് സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഏകദേശം നമുക്ക് എന്താണ് ഒരു 80 to 85 സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറയുകയാണ്. പിന്നെ എന്താണ്,
ഇത്തവണത്തെ നിലവാരം നമുക്കറിയത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ആത്മവിശ്വാസം കൊടുക്കുക, നമുക്ക് കഴിയും എന്നുള്ളത് കൊടുക്കുക, പറയുക മനസ്സിനോട്. അപ്പോൾ എന്താണ്, നമ്മളെ പോലെ തന്നെ ആയിരിക്കും എല്ലാവരും എല്ലാം ഒന്നും പഠിച്ചിട്ടുണ്ടാവത്തില്ല. നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആകാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യുന്നവർക്ക് 70-75 കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ 80 കിട്ടുമെന്നൊക്കെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാര്യം ഇത്തവണത്തെ ക്വസ്റ്റ്യന്റെ നിലവാരം നമുക്കറിയത്തില്ല. പിന്നെ കട്ട് ഓഫ് എത്ര വരുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് കിട്ടും, പ്രതീക്ഷിക്കാം. എന്താ വെച്ചാൽ നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും എല്ലാം ഒന്നും പഠിച്ചിട്ടില്ല. അത് തന്നെ നമ്മൾ വിചാരിക്കുക. നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആകുക, ടെൻഷൻ ആവാതിരിക്കുക. നമ്മൾ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് എഴുതും, അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫ്ലോ ചാർട്ടുകൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ലാസ്റ്റ് സമയത്ത് നമ്മൾ ഇത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം വലിച്ചുവാരി എഴുതേണ്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതിയാലും മതി. അപ്പോൾ ഇനിയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലുള്ള വീഡിയോകൾ ഉണ്ടാകും. അപ്പോൾ തുടർന്നും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്